തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വിവിധ പ്രവൃത്തികളുണ്ട്. അത് ശ്രേഷ്ഠമായ ലക്ഷ്യത്തിനും ദൈവനാമ മഹത്വത്തിനായിട്ടുമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ദൈവത്തിനാണ് മഹത്വം ലഭിക്കുക. ആ മഹത്വം മനുഷ്യർക്കാർക്കും പിടിച്ചു വാങ്ങുവാനോ അവകാശപ്പെടുവാനോ അനുവാദമില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കരുത് എന്ന്. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാൻ അവിടുന്ന് പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ കഴിവുകൾ, അറിവുകൾ, പരിചയങ്ങൾ ഇവയൊക്കെ നമ്മിലെ ഗുണഗണങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇവയിൽ നാം കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ നമ്മിൽ ജഡം ഉയർത്തപ്പെടുകയും അതിലൂടെ പ്രശംസ പറ്റുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മിൽ കഴിവുകൾ ഇരിക്കെ തന്നെ, അറിവുകൾ ഉള്ളപ്പോൾ തന്നെ, പരിചയങ്ങൾ കൂടെ ഉള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ മുഖമന്വേഷിക്കുകയും അവനിൽ ആശ്രയം വയ്ക്കുകയും അവിടുത്തെ കൃപയ്ക്കായും ശക്തിക്കായും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നാം ബലഹീനരെന്ന് സമ്മതിക്കുകയാണ്. ഈ ബലഹീനതയാണ് ദൈവത്തിനാവശ്യം. നമ്മിലെ ബലഹീനതയെ ഉപയോഗിച്ച് ദൈവത്തിന് മാന്യവും ശ്രേഷ്ഠവുമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണ അവകാശം ദൈവത്തിന് തന്നെയാണ്. അതിലാരും കൈകടത്തുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യം നാം ഓർക്കുക. ആരെങ്കിലും ദൈവസന്നിധിയിൽ സ്വയം പ്രശംസിക്കപ്പെടുവാൻ ഒരുമ്പെട്ടാൽ ഒരുപക്ഷെ ദൈവകോപം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയം പ്രശംസ പിടിച്ചു പറ്റുവാൻ ശ്രമിച്ച ഹേരോദാവിനെ കർത്താവിൻ്റെ ദൂതൻ അടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ട സംഭവം ഭയത്തോടെ നാം ഓർക്കേണ്ടതാകുന്നു. എന്നാൽ അതേസമയം പഴയ നിയമഭക്തനായ യോസഫ് ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ച ശേഷം ഫറവോനോട് പറയുന്നത്, ഞാനല്ല, ദൈവം നിനക്ക് ഉത്തരം നൽകും. ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നിത്യാദി വാക്കുകൾ പറഞ്ഞുകൊണ്ട് സകല മഹത്വവും ദൈവത്തിന് നൽകിയാണുണ്ടായത്. അങ്ങനെ യോസഫ് ദൈവത്തിന് മഹത്വം നൽകിയതിനാൽ ദൈവം യോസഫിനെ മഹത്വപ്പെടുത്തി. ഇത് തന്നെയാണ് ദൈവം നമ്മിലും നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മെ മഹത്വപ്പെടുത്തും. Have a blessed day.